നമസ്കാരം. KMCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. നഗരവീഥികൾ കീഴടക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും. അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി നാടും നഗരവും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സദ്യയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത ഭക്തസഹസ്രങ്ങൾ. സേവേയസ് കനാൽ പദ്ധതിയുടെ ഭാഗമായി മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കനാൽ നടത്തം സംഘടിപ്പിച്ചു. കനാൽ നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനാണ് നടത്തം സംഘടിപ്പിച്ചത്. നാടൻപാട്ടും വഞ്ചിപ്പാട്ടും നടത്തത്തിന് അകമ്പടിയായി. ടിഷ്യൂ കൾച്ചർ വാഴകൃഷിയിൽ 100 മേനി വിളവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡ് നവശക്തി കുടുംബശ്രീ യൂണിറ്റിലെ കർഷക ഗ്രൂപ്പ് അംഗങ്ങൾ. എല്ലാ വാഴകളും കുലച്ച സന്തോഷത്തിലാണിവർ. 35 കിലോയോളം തൂക്കം വരുന്ന വാഴക്കുലകളാണ് വിളവെടുത്തത്. വാർത്തകളിലേക്ക് വിശദമായി. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. നഗരവീഥികൾ കീഴടക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും. അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി നാടും നഗരവും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടത്തി. മഞ്ഞപ്പട്ടും മയിൽപീലിയും അണിഞ്ഞ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികൾ കീഴടക്കി. അക്ഷരാർത്ഥത്തിൽ നഗരം അമ്പാടിയായി മാറി. ചേർത്തല ശാവേശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, കാളികുളം ഇല്ലത്ത് വേണുഗോപാല ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ സമ്മേളിച്ചു. തുടർന്ന് നഗരം ചുറ്റി ക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തി. ക്ഷേത്രത്തിന് മുന്നിൽ അമ്പാടി കണ്ണന്മാർക്കും ഗോപികമാർക്കുമായി ഉറിയടിയും ഒരുക്കിയിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ശോഭായാത്രയിൽ പങ്കെടുത്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സദ്യയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത ഭക്തസഹസ്രങ്ങൾ.
നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിൽ ദീപം പകർന്ന് വള്ളസദ്യകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് സുരേഷ് ഗോപിയും മന്ത്രി വീണ ജോർജും ചേർന്ന് ഭഗവാനെ സങ്കല്പിച്ച് വിളക്കിന് മുന്നിലെ തൂശനിലയിൽ വള്ളസദ്യയുടെ വിഭവങ്ങൾ വിളമ്പിയതോടെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി. പള്ളിയോടങ്ങളിലെത്തിയ കരക്കാർക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലും മറ്റ് ഭക്തർക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലുമാണ് സദ്യ ക്രമീകരിച്ചത്. ഭഗവാന്റെ തിരുനാൾ ദിവസം ആറന്മുളയിലെത്തുന്ന ഭക്തർക്കായി പള്ളിയോട സേവാസംഘം ഭാരവാഹികളും ദേവസ്വം ബോർഡും ചേർന്ന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നത് പതിവാണ്. വള്ളസദ്യകൾക്ക് വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും കൂടാതെ അമ്പലപ്പുഴ പാൽപ്പായസവും സംഘാടകർ ഒരുക്കിയിരുന്നു. ആലപ്പുഴ വലിയ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവം ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കളഭാഭിഷേകം ദർശിക്കാനെത്തിയത് ഭക്തസഹസ്രങ്ങൾ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് കുമാർ എസ് ഗോവിന്ദാന്റെ പാർട്ടി അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയും നടന്നു. വൈക്കം ശിവഹരി ഭജൻസിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഹൃദയ ജപലഹരി ഭജൻസ് ഭക്തജനങ്ങളെ ഭക്തിയുടെ ലഹരിയിൽ ആറാടിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി കടിയക്കോൽമന ബ്രഹ്മശ്രീകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കളഭാഭിഷേകത്തിൽ ദർശന പുണ്യം നേടി 10,000-ങ്ങൾ. ഉച്ചയ്ക്ക് ഭക്തജനങ്ങളുടെ വകയായി അഷ്ടമിരോഹിണി സദ്യയും ഒരുക്കിയിരുന്നു. ചേർത്തല ശാവേശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജന്മാഷ്ടമി ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രം. നിരവധി ഭക്തർ ജന്മാഷ്ടമി ദർശനത്തിൽ പങ്കെടുത്തു. രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം കാഴ്ച ശ്രീബലി നടന്നു. തുടർന്ന് ജന്മാഷ്ടമി ദർശനവും അഷ്ടമി നെയ്വിളക്കും. വഴിപാട് സമർപ്പിക്കുന്ന RK വാരനാടിന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നെയ്വിളക്ക് കൈമാറി. തുടർന്ന് ഭക്തി ഗാനമഞ്ജരിയും നടന്നു. 100-കണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. വക്കം പയർക്കാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം ഭക്തി നിർഭരമായി. ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ക്ഷേത്രാങ്കണത്തിൽ അമ്പാടിയെ അനുസ്മരിപ്പിച്ച് നടത്തിയ ഉറിയടിയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും പാൽക്കുടമുടച്ചു. കുരുന്നുകളുടെ ഉറിയടി കാണാനായി വൻ ജനാവലിയും ക്ഷേത്രാങ്കണത്തിലെത്തിയിരുന്നു. തുടർന്ന് നടന്ന ജന്മാഷ്ടമി സദ്യയിൽ 100-കണക്കിന് ഭക്തർ പങ്കെടുത്തു. അഷ്ടമിരോഹിണി മഹോത്സവത്തിന് നിറം പകരാൻ കോൽക്കളി, പാൽക്കാവടി, കോയമ്പത്തൂർ കോവൈ ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ദശാവതാരം നൃത്താവിഷ്കാരം, ജന്മാഷ്ടമി പൂജ എന്നിവയും നടന്നു. ഉത്സവ പരിപാടികൾക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി AG വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി. സേവ് AS കനാൽ പദ്ധതിയുടെ ഭാഗമായി മന്ത്രി P പ്രസാദിന്റെ നേതൃത്വത്തിൽ കനാൽ നടത്തം സംഘടിപ്പിച്ചു. കനാൽ നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനാണ് നടത്തം സംഘടിപ്പിച്ചത്. നാടൻപാട്ടും വഞ്ചിപ്പാട്ടും നടത്തത്തിന് അകമ്പടിയായി. P പ്രസാദ് അവർ നയിക്കുന്ന കനാൽ നടത്തം ഇതാ കടന്നു വരികയാണ്. ഈ വീതിയിലൂടെ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ചേർത്തല നഗരസഭയുടെ ആദരണീയായ ചെയർപേഴ്സൺ ശ്രീമതി ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, ബഹുമാനപ്പെട്ട നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ, നഗരസഭയുടെ മുൻ ചെയർമാൻ ശ്രീ ഐസക് ബാണവൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സമൂഹത്തിലെ വിവിധ സാംസ്കാരിക തലങ്ങളിലെ വിവിധ പ്രതിനിധികളെല്ലാം ഈ കനാൽ നടത്തത്തിൽ നടത്തിയിരിക്കുകയാണ്. ചെയർപേഴ്സൺമാരായ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ ശ്രീമതി ശോഭ ജോഷി, ശ്രീ G രഞ്ജിത്ത്, AS സാബു, മാധവി സാബു, ഒപ്പം
കനാലിന്റെ നഗര അതിർത്തിയായ PS കവലയിൽ നിന്ന് കുറിയമുട്ടം വരെയായിരുന്നു കനാൽ നടത്തം സംഘടിപ്പിച്ചത്. നടത്തത്തിൽ കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും അനധികൃത നിർമ്മാണവും മന്ത്രി നേരിൽ കണ്ട് മനസ്സിലാക്കി. ഓരോരുത്തരും നടത്തത്തിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇതെല്ലാം പരിശോധിച്ചായിരിക്കും പരിഹാര പദ്ധതികൾ തയ്യാറാക്കുക. മന്ത്രിക്കൊപ്പം നടൻ ജയൻ ചേർത്തല, വയലാർ ശരത്ചന്ദ്രവർമ്മ, സുനീഷ് വാരനാട്, മരത്തോർവട്ടം കണ്ണൻ, മരത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ ആശാ മുകേഷ്, ലിസി ടോമി, പി ഉണ്ണികൃഷ്ണൻ, ജ്യോതിമോൾ, ഷീജ സന്തോഷ്, മറ്റ് ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയ്കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ G രഞ്ജിത്ത്, AS സാബു, ശോഭ ജോഷി, ഏലിക്കുട്ടി ജോൺ, മാധുരി സാബു, സെക്രട്ടറി TK സുജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുലർത്തി നമ്മളെ ഏൽപ്പിച്ച ഒന്ന് ഇപ്പോൾ ഇങ്ങനെ മോശപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം അത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിൻ്റെ സംരക്ഷണം എന്നതൊരു നമ്മുടെയൊക്കെ ജീവിതവുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. പുഴകളും തോടുകളുമെല്ലാം മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള ഒന്നാണ് എന്ന് ചിലരെങ്കിലും ധരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് തന്നെ വിനയായിട്ട് മാറുകയാണ്. മാരകമായ രോഗങ്ങളുടെ പിടിയിലേക്കൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനിയും സമയം ബാക്കി വെക്കാനില്ല, കാത്തു നിൽക്കാനില്ല. അടിയന്തരമായി ഇടപെട്ടേ മതിയാവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. AS കനാൽ ശരിക്കും പറഞ്ഞാൽ ആതുരാലയത്തിലെ വെന്റിലേറ്ററിൽ ഊർജ്ജശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കതിനെ ഇപ്പോൾ നല്ലതായി ചികിത്സിച്ചാൽ നമുക്ക് ഈ AS കനാലിനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. നമ്മളെല്ലാവരും കൂടി ഇറങ്ങുക എന്ന് തന്നെയാണ്. എനിക്ക് അതിഭയങ്കരമായ സന്തോഷമുണ്ട്. ഇത്രയും ദൂരം എനിക്കൊന്നും ഞങ്ങളാരുമല്ല, ഇതിനകത്ത് അണിചേർന്ന ഒരാൾ പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയും. ഞാൻ ഇടയ്ക്ക് ശരത്തേട്ടനെ നോക്കിയപ്പോൾ കാണുന്നില്ലായിരുന്നു. എനിക്ക് തോന്നി ചിലപ്പം പോയതായിരിക്കും, എന്തെങ്കിലും പരിപാടിയായി കാണുമെന്ന് വിചാരിച്ചിട്ട്. ഞാനും ഇത്രയും ചിലപ്പം ദൂരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയില്ലായിരുന്നു. ഞാനും വേറെ പരിപാടിയൊക്കെ കയറി ഏറ്റതായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് നിന്നപ്പോൾ കിട്ടുന്നൊരു ഊർജ്ജം ചെറുതായിരുന്നില്ല. ആ ഊർജ്ജം ഇതിൽ പങ്കെടുത്തവരുടെ ഒരു ഊർജ്ജമാണ്. തീർച്ചയായിട്ടും ഇനി ഒരു ചുവട് പോലും നമ്മളാരും പുറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നൊരു യോഗമാണ് ഈ ചേർന്നിരിക്കുന്ന യോഗം. അതിവിപുലമായ നല്ലൊരു യോഗമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് തീയതികളിടണം. ഒരു കാര്യം കൂടി പറയട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇക്കാര്യത്തിലുണ്ടാവും. ഏതെല്ലാം വകുപ്പുകളാണോ ഇതിനകത്ത് സഹകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കളക്ടറേറ്റിൽ അടിയന്തരമായി യോഗം ചേരാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും കൂടി ഏകോപനത്തോടു കൂടി നമുക്ക് അതിവലിയ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി നമുക്കൊരു ജനകീയ ഇടപെടൽ, ഒരു ജനകീയ യജ്ഞം, AS കനാലിനെ സംരക്ഷിക്കാനുള്ളൊരു ജനകീയ യജ്ഞത്തിനായിരിക്കും നമ്മൾ ഇന്ന് ഈ യോഗത്തോടു കൂടി നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്ന കാര്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവണം. അതിനകത്തുള്ള കർമ്മഭടന്മാരായി നമുക്ക് നിൽക്കാം. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ചില പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നമ്മുടെ ഹൈവേ പാലത്തിൻ്റെ ഇവിടെ നിന്ന് നോക്കിയിട്ട് പോകണം, സംസാരിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ആ കാര്യം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ടും ഞാൻ കുറേ നിവേദനങ്ങളെല്ലാം കൊടുക്കുകയും ഡൽഹിയിൽ അവരുമായിട്ട് കാണുകയൊക്കെ ചെയ്തിരുന്നു. വീണ്ടും അവരുമായി ചില സംസാരങ്ങളൊക്കെ നടത്തിയിരുന്നു. ഹൈവേ പാലത്തിൻ്റെ കാര്യത്തിൽ അതിനെ ഉയർത്താമെന്നും അണ്ടർപാസിൻ്റെ നൽകാമെന്നുമുള്ള ഒരു ധാരണ കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി വരുന്നു. പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു തടസ്സം നമ്മുടെ കഞ്ഞിക്കുഴിയിലെ ഇതാണ്. എന്നോ അതങ്ങ് മൂടിപ്പോയി. AS കനാൽ അവിടെ വെച്ച് മുറിഞ്ഞു പോകുന്ന തരത്തിലാണ് നിൽക്കുന്നതെല്ലാം. അത് ടിഷ്യൂ കൾച്ചർ വാഴകൃഷിയിൽ 100 മേനി വിളവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡ് നവശക്തി കുടുംബശ്രീ യൂണിറ്റ് കർഷക ഗ്രൂപ്പ് അംഗങ്ങൾ. എല്ലാ വാഴകളും കുലച്ച സന്തോഷത്തിലാണിവർ. 35 കിലോയോളം തൂക്കം വരുന്ന വാഴക്കുലകളാണ് വിളവെടുത്തത്. വാഴക്കുലയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദിന്റെ കരപ്പുറം വിഷൻ എന്ന പദ്ധതി പ്രകാരം ചേർത്തല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നൽകിയ ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇവിടെ കുലച്ച് വിളഞ്ഞു നിൽക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ നവശക്തി കുടുംബശ്രീ യൂണിറ്റിലെ JLG അംഗങ്ങൾ ചേർന്നാണ് ഈ 10 ടിഷ്യൂ കൾച്ചർ വാഴ ഇവിടെ നട്ട് നനച്ച് വിളവാക്കി മാറ്റിയത്. ആ ടിഷ്യൂ കൾച്ചർ വാഴ ലഭിച്ചപ്പോൾ തന്നെ പറഞ്ഞ സംഗതികൾ ശരിയാണ് എന്ന് ഈ വാഴയുടെ കുല കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. JLGയുടെ ഭാരവാഹികളായ യമുനയും രഞ്ജിനിയും റാണിയുമെല്ലാം ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ വിളവെടുക്കുന്നത്. ഞങ്ങൾ 25,000-ഓളം വാഴ ടിഷ്യൂ കൾച്ചർ വാഴയാണ് നിയോജക മണ്ഡലത്തിൽ നൽകിയതെങ്കിലും 5,000-നടുത്ത് വാഴ നമ്മളുടെ പഞ്ചായത്തിൽ ലഭിച്ചിരുന്നു.
ഒരു പുതിയ ഇനമാണ് ഗ്രാൻഡ് 9 എന്ന പുതിയ ഇനം വാഴയാണ്, ടിഷ്യൂ കൾച്ചർ വാഴയാണ് കൊടുത്തത്. അത് പരിപാലിച്ച് 8 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കായകളുടെ എണ്ണവും തൂക്കവും വളരെയധികം ഉണ്ട് എന്നുള്ളതും ഈ ടിഷ്യൂ കൾച്ചർ വാഴയുടെ പ്രത്യേകതയായി കാണുകയാണ്. കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിൽ ഈ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഈ വാഴപ്പഴത്തിന് മധുരമേറെയാണെന്ന കാര്യം തർക്കമൊന്നുമില്ല. ഇതിൻ്റെ നവശക്തി കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും, പ്രത്യേകിച്ച് അതിന് കൃഷിക്ക് നേതൃത്വം കൊടുത്ത പുഴാരത്ത് റാണിയെയും ഒക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഈ വരമ്പിൽ തന്നെയാണ് 10 വാഴയും വെച്ചിരിക്കുന്നത്. 10 വാഴയും കുലച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾ കണ്ടത്. എല്ലാ കുലകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരു കുല വിളഞ്ഞ് പഴമായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മന്ത്രിയെ കൊണ്ട് തന്നെ വിളവെടുപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. സമയത്തിൻ്റെ പരിമിതി മൂലം കഴിഞ്ഞില്ല. എന്തായാലും ഏറ്റവും നന്നായി കൃഷി ചെയ്ത് കൃഷിക്ക് നേതൃത്വം കൊടുത്ത റാണിയെയും ടീമിനെയും ഊഷ്മളമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. എന്നോടൊപ്പം നമ്മുടെ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ ശ്രീമതി PS ശ്രീലത ഈ പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ വാർഡിൻ്റെ വികസന സമിതി കൺവീനർ ഏറെ ബഹുമാന്യനായ ഷാജി സാറ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കഞ്ഞിക്കുഴി കർമ്മസേനയുടെ കൺവീനർ, കാർഷിക മേഖല കഞ്ഞിക്കുഴിയിൽ കരുത്തുറ്റതായി മാറിയതിന് പിന്നിൽ ക്ഷീണം വിയർപ്പൊഴുക്കി ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട ജി ഉദയപ്പൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ADSൻ്റെ എക്സിക്യൂട്ടീവ് അംഗം ഇതുപോലുള്ള JLGകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി CDSൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ശ്രീലത, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, വാർഡ് വികസന സമിതി കൺവീനർ ഷാജി, PP രാജു, കുടുംബശ്രീ അഗ്രി മിഷൻ കോർഡിനേറ്റർ അംബിക മോഹൻ, യൂണിറ്റ് ഭാരവാഹികളായ രഞ്ജിനി പ്രദീപ്, യമുന, റാണി രവീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. കൃഷിമന്ത്രി P പ്രസാദ് ചേർത്തല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ കരപ്പുറത്തിന്റെ ഭാഗമായി സൗജന്യമായി വിതരണം ചെയ്ത അത്യുൽപാദന ശേഷിയുള്ള ടിഷ്യൂ കൾച്ചർ വാഴകളാണ് ഇവർ കൃഷി ചെയ്തത്. കഞ്ഞിക്കുഴി കൃഷിഭവൻ മുഖേന ലഭിച്ച 10 വാഴവിത്തുകളാണ് ഗ്രൂപ്പ് കൺവീനർ പുഴാരത്ത് റാണി രവീന്ദ്രന്റെ പുരയിടത്തിൽ കൃഷി ചെയ്തത്. കുടുംബശ്രീ യൂണിറ്റിന് കീഴിലുള്ള ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് കൃഷിക്ക് മേൽനോട്ടം നൽകിയത്. കുളത്തിലെ പായലും ചാണകവുമായിരുന്നു പ്രധാന വളം. ക്യാൻസർ രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് വുമൻസ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി. അർത്തുങ്കൽ സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ പച്ചക്കറിയും പൂക്കൃഷിയും ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകുകയാണിവർ. വീട്ടിലാണ് ഒരു 49 വയസ്സുള്ള ഒരു സഹോദരി മരിച്ച ഇടത്ത് കയറിയിട്ടാണ് ഞാൻ വീണ്ടും വരുന്നത്. ഇവിടെ വന്നത് വായിക്കുമ്പോഴാണ് ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായിട്ടുള്ള വിറ്റ്സിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതാണ് വലിയ പ്രത്യേകത. നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേർ രോഗങ്ങളിൽപ്പെട്ട് വലയുമ്പോൾ നമുക്ക് ഈ മണ്ണിനെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കാം എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. ഈ പൂത്തു നിൽക്കുന്നത് വിറ്റ്സിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ വിറ്റ്സ് എന്ന സംഘടന ഇതിൻ്റെ ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് ഈ രൂപതയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു വലിയ മനസ്സാണ് ഈ തരത്തിൽ പൂത്തു നിൽക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വിറ്റ്സിനെ എല്ലാ തരത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ക്യാൻസർ ബാധിതർക്കുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിമൻസ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തകർ പള്ളിമുറ്റത്ത് പച്ചക്കറിയും പൂക്കൃഷിയും നടത്തിയത്. കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ചേർത്തല തെക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KM സുനിലിനെ പള്ളി വികാരി ഫാദർ ജോൺ കണ്ടത്തിപ്പറമ്പിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, ബ്ലോക്ക് മെമ്പർ റാണി ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു S പത്മം, ജനപ്രതിനിധികളായ ജയറാണി, ശങ്കരൻകുട്ടി, ലളിതാംബിക, വിൻസെന്റ് തുടങ്ങിയവരും പങ്കെടുത്തു. പഞ്ചായത്ത് വാർഡ് മെമ്പർ ടോമി ഏലശ്ശേരി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ശൈലജ നന്ദിയും പറഞ്ഞു. അരൂർ ജലോത്സവത്തിൽ ഇരുട്ടുകുത്തി A ഗ്രേഡ് വിഭാഗത്തിൽ ഹാട്രിക് അടിച്ച് താണിയൻ. വള്ളംകളിയിൽ നിന്നും സ്വരൂപിച്ച തുക ദലീമ ജോജോ MLAക്ക് കൈമാറി. തുരുത്തിപ്പുറമാണോ? 2 വള്ളങ്ങള് ഒപ്പത്തിനൊപ്പം തുരുത്തിപ്പുറവും താണിയനും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച. ഈ കൈതപ്പുഴ കായലിന്റെ അടിത്തട്ടിനെ പോലും കുത്തിമറിച്ചുകൊണ്ട് ഇത് എല്ലാ ഇവിടെ നല്ല കൃത്യമായിട്ട് അരുക്കുറ്റി ഈ കൈതപ്പുഴ കായലിന്റെ
കരകളിലുമുള്ള തെങ്ങോല തലപ്പുകൾ പോലും തലകുലിക്ക് സമ്മതിക്കുകയാണ്. ഇതാണ് മത്സരം മക്കളെ. ഇത് ഇവിടെ അറ്റാക്കിന്റെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മത്സരം ഒന്ന് കാണല്ലേ. ദൈവമേ, ഇത്ര മനോഹരമായിട്ടുള്ള തുരുത്തിപ്പുറമാണോ താണിയനാണോ ഇഞ്ചോടിഞ്ഞ് വർദ്ധിക്കൊണ്ട് താണിയന് ഇത് ഹാട്രിക് സ്വപ്നം. തുരുത്തിപ്പുറത്തിന് ഇത് അഭിമാനത്തിന്റെ പ്രശ്നം. താണിയൻ 2 പന്തായപ്പാട് ഇപ്പോൾ മുന്നിലാണ്. നമ്മുടെ പൊന്നത്തമ്മ ഒരുപാട് പുറകെ പോയി അവർ വലിച്ചു വേണ്ടേ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് താണിയനും തുരുത്തിപ്പുറവും കാണികളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ആവേശമലതല്ലി അരൂർ ജലോത്സവം നടന്നു. ദലീമ ജോജോ MLA ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കൈത്താങ്ങായി നമ്മുടെ ഈ ജലോത്സവം. പ്രത്യേകിച്ച് വയനാടിന്റെ ദുഃഖമാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇന്ന് എല്ലാവരും ഇത് കണ്ട് മനസ്സുകൊണ്ട് ആഹ്ലാദിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ കോണില് എപ്പോഴും ഒരു നിലവിളി ഉണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ കോണിൽ. പക്ഷെ അവർക്ക് കൂടെ ഒരു കൈത്താങ്ങാകാൻ ഇതുവഴി നമുക്ക് സാധിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളെ ഇന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഏതായാലും ഈ ജലോത്സവം മനോഹരമായിട്ട് വിജയം വരിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുമുള്ള കായിക താരങ്ങൾ ഇതിവിടെ ഉണ്ട് ജലോത്സവത്തിൽ. അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ട്രോഫി വിതരണത്തിനായിട്ട് അത് ഓരോരുത്തർക്ക് എന്താ പറയുക സംഭാവന ചെയ്യുന്ന ഒട്ടനവധി കരുണയുള്ള നല്ല മനുഷ്യരുണ്ട്. അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ നാടിന്റെ ഉത്സവമാണ്. ജനങ്ങൾ എത്ര സ്നേഹത്തോടുകൂടി വന്നാണ് പൊരുവയിലത്ത് നിലകൊള്ളുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും ഒക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. എത്ര വന്നാലും നമ്മുടെ മിനിസ്റ്റേഴ്സിന്റെ ശ്രദ്ധയിൽ ഇത് ഞാൻ പെടുത്തുന്നതായിരിക്കും. നമുക്ക് ഇത് എന്താ പറയുക ഗവൺമെന്റിന്റെ വലിയ കൈത്താങ് നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ജനങ്ങളോട് പിരിക്കുന്നതിനപ്പുറമായിട്ട് ഗവൺമെന്റിന്റെ കൈത്താങ്ങുണ്ടെങ്കിൽ നമ്മൾക്ക് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ക്ലബ്ബ് രക്ഷാധികാരി അനസ് ഹാജി അധ്യക്ഷത വഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വള്ളംകളി തുടങ്ങും മുമ്പേ അരൂർ ബോട്ട് ക്ലബ്ബ് വയനാടിനായി സ്വരൂപിച്ച 1 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ വെച്ച് ചെയർമാൻ ഷുഗൻ ദലീമ ജോജോ MLAക്ക് കൈമാറി. തുടർന്ന് നടന്ന ആവേശോജ്വലമായ ജലമാമാങ്കത്തിൽ തുരുത്തിപ്പുറം ക്രിസ്തുരാജ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ താണിയൻ ഇരുട്ടുകുത്തി A ഗ്രേഡ് വിഭാഗത്തിൽ ഹാട്രിക് വിജയം നേടി. B ഗ്രേഡ് വിഭാഗത്തിൽ നെട്ടൂർ ബീച്ച് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ മയിൽപീലി 1ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് അനസ് ഹാജിയും അരൂർ SHO PS ഷിജുവും ചേർന്ന് ട്രോഫികൾ കൈമാറി. കാണികളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ദേശീയപാത പൊന്നാവളിക്ക് സമീപം പത്മാക്ഷിക്കവലയിൽ വാഹനാപകടം. കാൽനട യാത്രക്കാരൻ മരിച്ചു. തെക്കുനിന്നും വടക്കോട്ട് പോവുകയായിരുന്ന മിനി ലോറി ഇടിച്ചാണ് അപകടം. ദേശീയപാതയിൽ പൊന്നാവളി പത്മാക്ഷിക്കവലയ്ക്ക് സമീപം ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. പാചക തൊഴിലാളിയും ജലാൽ കാറ്ററിംഗ് ഉടമയുമായ പട്ടണക്കാട് പഞ്ചായത്ത് 3ാം വാർഡ് വെളിപ്പറമ്പിൽ ഹൌസിൽ ജലാലുദ്ദീൻ VA മരിച്ചത്. 55 വയസ്സായിരുന്നു. പൊന്നാവളിയിലെ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിനുള്ള പാചക ഒരുക്കങ്ങൾ നടത്തിയ ശേഷം രാത്രിയോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. തെക്ക് നിന്നും വടക്കോട്ട് പോവുകയായിരുന്ന മിനി ലോറി ഇടിച്ചാണ് അപകടം. പെരുമ്പളം പഞ്ചായത്തിൽ വെളിപ്പറമ്പിൽ പരേതനായ അബൂബക്കർ മുസ്ലിയാരുടെയും പരേതനയായ ബീപാത്തുമ്മയുടെയും മകനാണ് ജലാലുദ്ദീൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. നഗരവീഥികൾ കീഴടക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും. അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി നാടും നഗരവും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സദ്യയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത ഭക്തസഹസ്രങ്ങൾ. സേവേയസ് കനാൽ പദ്ധതിയുടെ ഭാഗമായി മന്ത്രി P പ്രസാദിന്റെ നേതൃത്വത്തിൽ കനാൽ നടത്തം സംഘടിപ്പിച്ചു. കനാൽ നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനാണ് നടത്തം സംഘടിപ്പിച്ചത്. നാടൻ പാട്ടും വഞ്ചിപ്പാട്ടും നടത്തത്തിന് അകമ്പടിയായി. ടിഷ്യൂ കൾച്ചർ വാഴകൃഷിയിൽ 100 മേനി വിളവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16ാം വാർഡ് നവശക്തി കുടുംബശ്രീ യൂണിറ്റിലെ കർഷക ഗ്രൂപ്പ് അംഗങ്ങൾ. എല്ലാ വാഴകളും കുലച്ച സന്തോഷത്തിലാണിവർ. 35 കിലോയോളം തൂക്കം വരുന്ന വാഴക്കുലകളാണ് വിളവെടുത്തത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.